الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരെയും ആദ്യമായി ആമുഖമായി ഉണർത്തുകയാണ്. മനുഷ്യരെ ഭൂമിയിൽ അടിമകളാക്കി വെക്കുന്നതിനെയും ഭരണാധികാരികളുടെ ഇച്ഛക്കനുസരിച്ച്, സ്വേച്ഛാധിപതികളുടെ ഇച്ഛക്കനുസരിച്ച് സ്വന്തം നിയമങ്ങളുണ്ടാക്കി ആ നിയമങ്ങൾക്കടിസ്ഥാനത്തിൽ ജനങ്ങളിങ്ങനെ അവരുടെ അടിമകളായി സ്വാതന്ത്ര്യമില്ലാതെ കഴിഞ്ഞുകൂടണം എന്നൊക്കെ പറയുന്ന ആ രീതിയിലുള്ള ഒരു നിലപാടിനെ ഒരിക്കലും പരിശുദ്ധ ഖുർആനോ ഇസ്ലാമിക ശരീഅത്തോ ഇസ്ലാമിക നിയമങ്ങളോ ഒന്നും തന്നെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വളരെ വലിയ തോതിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. നമുക്കൊക്കെ പരിചയമുള്ള സൂറത്തുൽ ബലദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ വലിയ ഒരു മഹത്വത്തെക്കുറിച്ച് സംസാരിക്കുന്ന ചില ഭാഗങ്ങളാണ് ആമുഖമായി ശ്രദ്ധയിൽപ്പെടുത്തിയത്. അള്ളാഹു നമ്മോട് അഖബയെ താണ്ടിക്കടക്കുന്നതിനെ കുറിച്ചുള്ള ഒരു സംസാരം പറയുകയാണ്. എന്തുകൊണ്ട് അഖബ മലമ്പാതയെ താണ്ടിക്കടക്കുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഫലഖ്തഹമൽ അഖബ എന്നുള്ളൊരു ചോദ്യം. അഖബ എന്ന് പറയുമ്പോൾ അത് എന്താണ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അഖബയെക്കുറിച്ചുള്ള തഫ്സീറിൽ ഒരുപാട് വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. അള്ളാഹു നമ്മോട് സംസാരിച്ചത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. അത് മനുഷ്യന്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. അഖബയെ വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ വ്യാഖ്യാതാക്കൾ നമ്മൾക്ക് പ്രയാസത്തോടുകൂടി താണ്ടിക്കടക്കേണ്ട വഴികളെക്കുറിച്ച് പറയുമ്പോൾ അത് നരകത്തെ നമുക്കതിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ പ്രയാസമാണ് ഇത്യാദിയുള്ള ചർച്ചകളൊക്കെ ഖുർആൻ വ്യാഖ്യാതാക്കൾ നടത്തിയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ.
അള്ളാഹു നമ്മോട് സംസാരിക്കുന്നത് ഇവിടെ അഖബ എന്ത് എന്ന് താങ്കൾക്കറിയുമോ എന്ന് ചോദിക്കുന്നു. വമാ അദ്റാക മൽ അഖബ, ഈ മലമ്പാത അതെന്താണ്, പ്രയാസം നിറഞ്ഞ വഴി അതെന്താണ് എന്ന് താങ്കൾക്കറിയുമോ എന്ന് ചോദിക്കുമ്പോ എന്ന് അള്ളാഹു തന്നെ മറുപടി പറയുന്നത് കുറെ മറുപടികളുടെ കൂട്ടത്തിൽ ഒന്ന് ഫക്കു റഖബ എന്നതാണ്. അടിമ അവസ്ഥയിൽ നിന്ന് മനുഷ്യന്മാരെ മോചിപ്പിക്കുന്നതിനെ കുറിച്ചാണല്ലോ ആ സംസാരം. അടിമത്വ മോചനമാകുന്നു അത്. ആ മനുഷ്യരെ അടിമകളാക്കി വെക്കുക എന്നുള്ളത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നർത്ഥം. മറിച്ച് മനുഷ്യന് സ്വാതന്ത്ര്യമാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകുന്നത് എന്ന് മനസ്സിലാക്കാം. ഇനി ഇതേപോലെ തന്നെ നമ്മൾ നോക്കൂ, ഫറോവയെ കുറിച്ച് നമുക്കറിയാം. ഫറോവയുടെ സാമ്രാജ്യത്വത്തിന്റെ കീഴിൽ അടിമകളാക്കി വെക്കപ്പെട്ട ഒരു ജനവിഭാഗമായിരുന്നുവല്ലോ ബനു ഇസ്രായേൽ വിഭാഗം. ആ ബനു ഇസ്രായേലിനെ അവർ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന അടിമത്താവസ്ഥയിൽ നിന്നും മോചിപ്പിക്കുക എന്നുള്ളത് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദൗത്യങ്ങളുടെ കൂട്ടത്തിൽ വളരെ വലിയ ദൗത്യമായിക്കൊണ്ട് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഒന്ന്, ആ ജനങ്ങൾക്കകിലവും റബ്ബുൽ ആലമീനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണം. അവ റബ്ബുൽ ആലമീനെ കുറിച്ച് ബനു ഇസ്രായേലർക്ക് മാത്രമല്ല, ഫറോവയ്ക്ക് മുൻപാകെ, ഫറോവയുടെ ജനതയ്ക്ക് മുൻപാകെ ഒക്കെയും റബ്ബുൽ ആലമീനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക. അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയും നിർവഹിക്കുന്നു. പിന്നീട് ആ നിർവഹണത്തിന് ശേഷം, ദൗത്യ നിർവഹണത്തിന് ശേഷം പിന്നീട് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഈ ദൗത്യങ്ങൾ നിർവഹിക്കാൻ പറയുന്നതോടൊപ്പം തന്നെ അള്ളാഹു സംസാരിക്കുന്ന ഒരു കാര്യം രണ്ടു പേരോടുമായി കൊണ്ട് പറയുന്നുണ്ട്. മൂസാ നബിയോടും ഹാറൂൻ നബിയോടുമായി കൊണ്ട് പറയുന്നുണ്ട്, ഫഅ്തിയ ഫിർഔൻ, നിങ്ങൾ രണ്ടുപേരും ഫറോവയുടെ അടുക്കലേക്ക് കടന്നു ചെല്ലണം. ഫഖൂല ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, റിസാലത്തിനെ ബോധ്യപ്പെടുത്തണം. റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള റസൂലുമാരാകുന്നു ഞങ്ങൾ രണ്ടുപേരും എന്നുള്ള കാര്യം നിങ്ങൾ പ്രഖ്യാപിക്കണം. അപ്പൊ റബ്ബുൽ ആലമീനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അഥവാ അള്ളാഹുവെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ആ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള റസൂലുമാരാണ് ഞങ്ങൾ രണ്ടുപേരും എന്നുള്ള റിസാലത്തിനെ സ്ഥാപിക്കുക. ഈ ദൗത്യങ്ങളൊക്കെയും പൊതുവെ നിർവഹിക്കണം. എന്നിട്ട് ബനു ഇസ്രായേലിന്റെ കാര്യത്തിൽ ചെയ്യേണ്ട കാര്യം കൂടി പറയുന്നു. ഫറോവയുടെ അടുക്കൽ ചെന്നിട്ട് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അൻ അർസിൽ മഅനാ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിലെ താങ്കൾ ഇത്രയും കാലം അടിമകളാക്കി വെച്ചിടത്ത് നിന്ന് മോചിപ്പിക്കണം, ഞങ്ങളുടെ കൂടെ പറഞ്ഞേക്കണം. നിങ്ങൾക്ക് ഇനി ഇത് പറ്റില്ല, നിങ്ങളുടെ കൂടെ അടിമകളായി കഴിയേണ്ട ജനവിഭാഗം ഒന്നുമല്ല അവർ എന്നാണല്ലോ പറയുന്നത്, മറിച്ച് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ സ്വാതന്ത്ര്യത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. പരിശുദ്ധ ഖുർആൻ അതിന് കൊടുക്കുന്ന താല്പര്യം വളരെ വലുതാണ് എന്നുള്ളത് ഈ പറഞ്ഞ തെളിവുകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകന്മാരെ പോലും മനുഷ്യരെ സ്വതന്ത്രരാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുണ്ട് എന്നുപോലും ആയത്തുകളുടെ വായിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം എത്രയാണ്. ആ സ്വാതന്ത്ര്യം നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ എല്ലാ അർത്ഥത്തിലും അതിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ അതിലൊക്കെ ഉണ്ട് എന്നുള്ളത് അത് വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട് അതിന്റെ അർത്ഥത്തിൽ. നമുക്കറിയാം, നമ്മുടെ രാജ്യം സ്വതന്ത്രമായതിന്റെ 79 വർഷം പൂർത്തിയാവുകയാണ്. 80ാമത് സ്വാതന്ത്ര്യ ദിനമാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം വരാനിരിക്കുന്നത്. സ്കൂളുകളിലൊക്കെ നാടുകളിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകും. നമ്മെ സംബന്ധിച്ചിടത്തോളം, ഉമ്മത്ത് മുസ്ലിമയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർണായകമായ ഒരുപാട് തലങ്ങളിൽ വളരെ വലിയ പങ്ക് വഹിച്ചതിന്റെ ചരിത്രങ്ങൾ തന്നെയാണ് പറയാനുള്ളത് എന്നുള്ളതൊക്കെ നമ്മുടെ ചിന്തകളിലും നമ്മുടെ അറിവുകളിലും വായനകളിലുമൊക്കെ ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്. അതേക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് നമ്മൾ അറിയണം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ വലിപ്പം എത്രയാണ് എന്നുള്ളത് ഖുർആൻ പറയുന്നതിന്റെ തെളിവുകൾ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മനുഷ്യന്റെ മുൻപിൽ അഭിപ്രായം നിഷേധിക്കപ്പെടുന്നത്, തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, തനിക്ക് രേഖപ്പെടുത്താനുള്ള തന്റേതായ അഭിപ്രായം രേഖപ്പെടുത്താൻ സ്വാതന്ത്ര്യം കിട്ടാതെ പോവുക, അതേപോലെ തന്നെ കിരാതമായ ഭരണകൂടങ്ങളുടെ ഭീകരതകളിൽ ഞെരിഞ്ഞമരേണ്ടി വരിക എന്നുള്ളതൊക്കെയും എന്തുമാത്രം പ്രയാസം സൃഷ്ടിക്കുന്ന ഒന്നാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ. ഫറോവയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്തുകളുടെ തന്നെ പോയാൽ മതിയല്ലോ. ഫറോവ ഭരണയുടെ കാലഘട്ടത്തിൽ, ഫിർഔന്റെ കാലഘട്ടത്തിൽ
മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വളരെ വലിയ ഒരു വിമോചകനും പ്രവാചകനുമായിക്കൊണ്ട്, പ്രവാചകൻ എന്ന് പറയുമ്പോൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയെ മുഴുവനും തൗഹീദിലെ ക്ഷണിക്കാൻ നിയുക്തനായ പ്രവാചകൻ, അതോടൊപ്പം ബനു ഇസ്രായേലിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു വിമോചക നായകൻ. ആ അർത്ഥത്തിലൊക്കെയും മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയിലേക്ക് വരുന്നതിന്റെ മുൻപത്തെ അവസ്ഥ പരിശോധിച്ചാൽ എന്തുമാത്രം ഭീകരമായിരുന്നു ആ ആളുകളുടെ അവസ്ഥ. പാരതന്ത്ര്യം എന്ന് പറയുന്നതിന്റെ അരുചികരമായ അല്ലെങ്കിൽ അരോചകമായ അവസ്ഥ ഭീകരമാണ് എന്ന് മനസ്സിലാക്കാൻ ആ ഒരു ചരിത്രം നമുക്ക് ഓർത്താൽ മതിയാകും, വിശദീകരിക്കുന്നില്ല. അപ്പൊ ഭയപ്പാടില്ലാതെ ജീവിക്കാൻ സാധിക്കണം, സുരക്ഷിതരാകണം എന്നുള്ളതിന് വളരെ വലിയ കാര്യമുണ്ട്. അത് അള്ളാഹുവിന്റെ വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ നമുക്ക് നിർലോഭം അല്ലെങ്കിൽ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നു എന്ന അർത്ഥത്തിൽ ഭക്ഷ്യസുരക്ഷ നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നിർഭയരായി കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എത്ര വലിയ കാര്യമാണ്, എത്ര വലിയ അനുഗ്രഹമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയും ആ അനുഗ്രഹത്തെ ഓർമ്മിച്ചുകൊണ്ട് റബ്ബിന് നന്ദി കാണിച്ചുകൊണ്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. സൂറത്ത് ഖുറൈശ് അതാണല്ലോ പറയുന്നത്. സൂറത്ത് ഖുറൈശ് അക്കാലഘട്ടത്തിൽ ഖുറൈശികൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് മാത്രം ചരിത്രം വായിക്കാനുള്ളൊരു ചെറിയ അധ്യായമല്ലല്ലോ, മറിച്ച് അതുപോലെ നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നമുക്ക് റബ്ബിനോട് കടപ്പാടുണ്ട് എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തൽ അവിടെയുണ്ട്. ഫലിയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, ഫലിയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. ഈ കഅബാലയത്തിന്റെ നാഥനെ അവർ ആരാധിക്കേണ്ടതുണ്ട്, നിർബന്ധമായും ആരാധിക്കണം. നന്ദി സൂചകമായി റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, അല്ലദീ അത്അമഹും മിൻ ജൂഅ്, പട്ടിണി കിടക്കാതെ ഭക്ഷണത്തെ രംഗത്ത് ഭക്ഷണം കഴിക്കാൻ സുഭിക്ഷത അവർക്ക് നൽകി, ഭക്ഷ്യസുരക്ഷ അവർക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഒരു നിഅമത്ത്. രണ്ടാമത്തേതോ വആമനഹും മിൻ ഖൗഫ്, പലതരത്തിലുള്ള ഭയപ്പാടുകളിൽ നിന്ന് അവർക്ക് നിർഭയത്വം നൽകി എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ചു നോക്കൂ, നിർഭയരായി കഴിഞ്ഞുകൂടുക എന്നുള്ളത് എത്ര വലിയ മഹത്വമുള്ള കാര്യമാണ് എന്നല്ലേ ഈ പറയുന്നത്. ഒരു ഭരണകൂടമാകട്ടെ, ഭരണാധികാരിയാവട്ടെ, ഒരു കൂട്ടം കമ്പനിയാവട്ടെ, ഏത് അർത്ഥത്തിലെടുത്താലും അവരുടെ കീഴിൽ ഇങ്ങനെ സ്വാതന്ത്ര്യമില്ലാതെ അവരുടെ ചൊൽപ്പടിക്ക് കീഴിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടേണ്ടി വരിക എന്നുള്ളത് ദുര്യോഗമാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നിങ്ങൾക്ക് ഇതാ അനുഗ്രഹം ചെയ്തിരിക്കുന്നു, നിങ്ങൾക്ക് അത്തരം അവസ്ഥകളിൽ നിന്ന് നിർഭയത്വം നൽകിയിരിക്കുന്നു, നിങ്ങൾക്കിതാ ആ നിർഭയത്വത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് അല്ലാഹു നമ്മോട് സംസാരിച്ചിട്ട് നിങ്ങൾ നന്ദി കാണിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു. നമ്മുടെ രാജ്യം നമ്മൾ ആലോചിച്ചു നോക്കൂ, 190 വർഷക്കാലത്തെ വൈദേശിക ആധിപത്യത്തിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരുന്ന അക്കാലഘട്ടം വായിച്ചാലെങ്കിലും കിട്ടുമല്ലോ. നമ്മുടെ തലമുറയ്ക്ക് വായിച്ചാൽ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. 1757 പ്ലാസി യുദ്ധം മുതൽ 1947 ഓഗസ്റ്റ് 15 വരെയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ബ്രിട്ടീഷ് ഭരണരാജിന്റെയും കീഴിൽ ഞെരിഞ്ഞമരുന്ന ഒരു വല്ലാത്ത ഒരു ചരിത്രം നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ആ സ്വാതന്ത്ര്യം നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കും. നഷ്ടപ്പെടാതെ അത് കാത്തു സൂക്ഷിക്കാൻ, അതിനുവേണ്ടി ത്യാഗം ചെയ്യാൻ, നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാനുള്ള ത്യാഗം ചെയ്യാനുള്ള കടപ്പാട് ഈമാനികമായി നമുക്കുണ്ട്. ഈമാനികമായി അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ, കിട്ടിയ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ നമുക്ക് നന്ദിബോധം വേണം. റബ്ബിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുമ്പോൾ റബ്ബിന്റെ അടുക്കൽ നിന്ന് സഹായങ്ങൾ ഉണ്ടാകും. നമ്മൾ ആലോചിക്കണം, ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികൾ ഇനിയും വർദ്ധിക്കുകയാണ് എങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയപ്പാട്, ഈ ഭയപ്പാട് നമുക്കില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ നന്ദിബോധമുള്ളവരാകണം എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. അപ്പൊ അള്ളാഹുവോട് റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണം. എങ്ങനെ കാണിക്കണം എന്നുള്ളത്, ഈ നിഅമത്തിന്റെ മൂല്യം മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയും വളരെ വലിയൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അടുക്കൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങളാണ് എന്നതോടൊപ്പം തന്നെയും നമ്മൾ അറിയേണ്ട, നമ്മുടെ ചിന്തയിലുണ്ടാകേണ്ട സുപ്രധാനമായ മറ്റൊരു കാര്യം, ഇത് നേടിക്കിട്ടാൻ വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത മഹാരഥന്മാരായ ആളുകൾ നമുക്ക് മുൻപേ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രനായകന്മാരായിട്ടും അതേപോലെ തന്നെ സമുദായത്തിന്റെ നായകന്മാരായിട്ടൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തുമാത്രം വലിയ പങ്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ
അതൊക്കെ വെച്ചുകൊണ്ട് അവരുടെയൊക്കെ ത്യാഗം വളരെ വലുതായിരുന്നല്ലോ. അവർ വിസ്മരിക്കപ്പെട്ടുകൂടല്ലോ. സിലബസുകളിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെടുന്നു. അതൊക്കെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നിടത്ത് നമ്മൾ ഇത്തരം ചരിത്രങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുകയും പുതിയ തലമുറക്ക് വായിക്കാൻ കൊടുക്കുകയും ചെയ്യുന്ന തരത്തിൽ നമ്മൾ അതിനെ വിസ്മരിച്ചു പോവുക എന്നുള്ളതുണ്ടാകരുത്. വിസ്മരിച്ചു പോകുന്നതോടുകൂടി നമ്മുടെ മനസ്സുകളിൽ നിന്ന്, നമ്മുടെ ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് അത് ഇല്ലാതെയായി പോകുന്നതോടുകൂടി വളരെ വലിയ ദുര്യോഗം നമ്മളെ കാത്തിരിക്കുന്നു. റബ്ബിന്റെ അടുക്കൽ നിന്ന് കിട്ടിയ നിഅമത്തുകളെ വിസ്മരിക്കുമ്പോൾ അത് ഉണ്ടാകും എന്നുള്ളത് ചരിത്രത്തിന്റെ ആവർത്തനമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് സംഭവിക്കരുത്. അപ്പൊ ആ ശുക്ർ ബോധം നമുക്കുണ്ടാകണം. ആ ശുക്ർ ബോധം ഉണ്ടാകേണ്ടത് ഒന്ന് ഈ പറഞ്ഞ രൂപത്തിലാകുന്നു, അഥവാ നമ്മൾ ഈ ചരിത്രത്തെ വിസ്മരിക്കരുത് എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഈ ശുക്ർ ബോധം നമുക്കുണ്ട് എങ്കിൽ നമ്മുടെ നാടിന്റെ നന്മ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ നാടിന്റെ നന്മ എന്ന് പറയുമ്പോൾ സാമാന്യമായി ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നാട് അരക്ഷിതമായി പോകുന്നിടത്ത് ചിലപ്പോൾ സമരമുറകളുമായി കൊണ്ട് രംഗത്ത് വരേണ്ടി വരും. രാഷ്ട്രീയം പറയുകയല്ല, മറിച്ച് ഒരു ഈമാനികമായി കൊണ്ട് നമ്മുടെ തേട്ടം, നമ്മുടെ അനിവാര്യമായി കൊണ്ടുള്ള ബാധ്യത അതവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സമരരംഗത്തുണ്ടാകേണ്ട ഘട്ടങ്ങൾ ഉണ്ടാകും. രാഷ്ട്രീയവാദത്തെക്കുറിച്ച് ഈ മിമ്പറുകൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമൂഹം രാഷ്ട്രീയവൽക്കരിക്കുന്നത് എന്തുമാത്രം ഭീകരമായിട്ടാണ്. ഇതിനോടൊന്നും താല്പര്യമില്ലാത്തൊരു പുതിയ തലമുറ വളർന്നു വരുന്നു. അതുണ്ടായിക്കൂടാ. നമുക്കത് വലിയ ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ സ്വന്തം നാടിനോട് എത്ര വലിയ പ്രിയവും സ്നേഹവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ വലിയ നിദർശനവും തെളിവും എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലായനത്തിന്റെ സമയത്ത് മക്കയിലേക്ക് തിരിഞ്ഞുകൊണ്ട്, മക്ക വിട്ടു പോവാണ്, മക്ക വിട്ടു പോകുമ്പോൾ മക്കയിലേക്ക് അഭിമുഖമായി തിരിഞ്ഞുകൊണ്ട് പ്രവാചകൻ പറയുന്ന ചില സംസാരങ്ങളുണ്ട്. വല്ലാഹി ഇന്നകി ലഖൈറു അർദില്ലാഹ്. മക്കയെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്, ഭൂമിയിൽ അല്ലാഹുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാടാണ് എന്റെ നാട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. വഅഹബ്ബു അർദില്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്, ഏറ്റവും നല്ല നാട് ഖൈറുൽ അർദ്, അതേപോലെ തന്നെ അല്ലാഹുവിന്റെ ഭൂമി എന്നൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും സ്വന്തം പെറ്റ നാടിനെ കുറിച്ച്, മക്ക നാടിനെ കുറിച്ച്. എന്നിട്ട് പറയുന്നു, വലൗലാ അന്നി അഖ്റജ്തു മിൻകി മാ ഖറജ്തു. ഈ നാട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ പുറത്തു പോകൂല. അത്രമേൽ പ്രിയപ്പെട്ടതാകുന്നു എനിക്ക് മക്ക എന്ന് പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ പെറ്റു വളർന്നുകൊണ്ടിരിക്കുന്ന ഈ നാട് നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാകണം എന്നുകൂടിയല്ലേ പഠിപ്പിക്കപ്പെടുന്നത്. സ്വന്തം നാടിനോട്, സ്വദേശത്തോടുണ്ടായിരിക്കേണ്ട കൂറ് അത്ര വലുതാണ് എന്നുള്ളതാണ്. ആ സ്നേഹത്തിന്റെ പ്രഖ്യാപനം നമുക്കുണ്ടാകണം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നിന്ന് പോകാൻ വല്ല കാരണം ഉണ്ടോ എന്നല്ല നോക്കേണ്ടത്, മറിച്ച് ഇവിടെ നിൽക്കാൻ, ഇവിടെ നിലക്കൊള്ളാനുള്ള ആ മാർഗങ്ങൾ എന്തുണ്ട് എന്നുള്ളത്, അതേക്കുറിച്ചുള്ള ആലോചന. ഞങ്ങൾ ഈ നാട്ടുകാരാണെന്ന് പറയാനും ഇവിടുത്തുകാരാണെന്ന് പറയാനും ഈ നാട്ടിൽ നിന്ന് പോകണം എന്ന് പറയുമ്പോൾ പോകാൻ മനസ്സില്ലെന്ന് പറയാനും സാധിക്കുന്ന രീതിയിൽ നമുക്ക് രാഷ്ട്രാവബോധം ഉണ്ടാകണം. ആ രാഷ്ട്രാവബോധം രാഷ്ട്രീയവൽക്കരിക്കുന്നതോടുകൂടി അത് കടന്നു വരും എന്നുള്ളത് വളരെ ഭീകരമായ ഒരു സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഇപ്പൊ നാടിനെ സ്നേഹിക്കണം, രാജ്യത്തിന്റെ നന്മ ലക്ഷ്യമാക്കി നമ്മൾ പ്രവർത്തിക്കണം. രാജ്യവിരുദ്ധമല്ലാത്ത നിലയിൽ നമ്മൾ ചെയ്യുന്ന ഏത് നന്മകളും രാഷ്ട്രസേവനമാണ്. ഇനി ചെറിയ കാര്യങ്ങൾ പറയാം. ഒരു അധ്യാപകനാണെങ്കിലും ശരി, ആ അധ്യാപകൻ ആത്മാർത്ഥമായി അദ്ദേഹത്തിന്റെ ജോലി നിർവഹിക്കുന്നുവെങ്കിൽ, അദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കുകയും ആ രീതിയിൽ കാര്യങ്ങൾ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രസേവനമാണ്. അതേപോലെ ഓരോ മേഖലകളിൽ ഒരു ഡോക്ടർ ആണെങ്കിൽ പോലും സത്യസന്ധമായി തനിക്ക് തന്റെ ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ അയാൾ ചെയ്യുന്നതും രാഷ്ട്രസേവനമാണ്. ഒരു വ്യാപാരി അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ ഒരു തരത്തിലും കളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നില്ല, നാട് നന്മയിൽ ആവാൻ വേണ്ടിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് തന്നെയാണ് അത് പരിഗണിക്കപ്പെടുക. ഒരു ഡ്രൈവർ ആണെങ്കിൽ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കാതെയാണ് അയാൾ വണ്ടി ഓടിക്കുന്നത് എങ്കിൽ അത് രാഷ്ട്രത്തോട് ചെയ്യുന്ന സേവനമാണ്. ഒരു ലേബർ, ഒരു തൊഴിലാളി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായി അയാൾ ജോലി ചെയ്യുകയാണെങ്കിൽ അതും രാഷ്ട്രത്തോട് ചെയ്യുന്ന സേവനം തന്നെയാണ്. ഒരു വിദ്യാർത്ഥി നല്ല രീതിയിൽ പഠിക്കുകയും പഠിച്ച് നല്ലവനാകണം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ആ നാട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നു, ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അതും ഏറ്റവും പൂർണ്ണമായ അർത്ഥത്തിൽ രാഷ്ട്രസേവനമാണ്. ഇങ്ങനെ ഏറ്റവും ലളിതമായ തലം തൊട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടുക എന്നതുവരെയുള്ള എല്ലാ അർത്ഥത്തിലും രാഷ്ട്രാവബോധം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമാണ്. ഒരിക്കലും കിട്ടിയ സ്വാതന്ത്ര്യത്തെ ഇഅ്തിദാ ചെയ്തുകൊണ്ട്, നമ്മൾ അതിക്രമം ചെയ്തുകൊണ്ട് നമ്മൾ ഇടപെടാൻ പാടില്ല.
വലാ തഅ്തദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ എന്നുള്ളത് പരിശുദ്ധ ഖുർആനിന്റെ ഒരു പൊതുവായ അധ്യാപനമാണ്. നമ്മൾക്ക് രാഷ്ട്രത്തോട് അതിക്രമം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ജീവിക്കുന്ന നാടിനോട്, നമ്മൾ ജീവിക്കുന്ന നാട്ടിലെ ജോലിയോട് ഒന്നും തന്നെ അതിക്രമ സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, ചെറിയ കാര്യങ്ങൾ ആലോചിച്ച് സംസാരിക്കുകയാണ്. നമ്മളൊരു രാജ്യത്ത് താമസിക്കുമ്പോൾ, നമ്മുടെ നാട്ടിൽ താമസിക്കുമ്പോൾ ഇവിടെ സംസാരിക്കാൻ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷെ ആ സംസാരിക്കാൻ സ്വാതന്ത്ര്യമുള്ളതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ താമസിക്കുന്നവരോട്, കൂടെ ജീവിക്കുന്നവരോട് അപവാദം പറയുക, അവരുടെ പേരിൽ അപവാദം പറഞ്ഞുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് രാജ്യദ്രോഹമാണ്, നമ്മളെ ദ്രോഹിക്കലാണ്, കൂടെ ജീവിക്കുന്നവരോട് ദ്രോഹിക്കലാണ്. അത് രാഷ്ട്ര സേവനമല്ല, മറിച്ച് രാജ്യദ്രോഹ കുറ്റം ആരോപിക്കേണ്ട ഒന്നിലേക്കല്ല, മറിച്ച് ഇവിടെ താമസിക്കുമ്പോൾ നന്മ നഷ്ടപ്പെട്ടു പോകുന്നതിനിടയാളമാണ് എന്നർത്ഥം. നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന രീതിയിൽ അത് ഉപയോഗിക്കുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഇഅ്തിദാ ആണ്, അതിക്രമമാണ്. അതിക്രമം ഒരു രാഷ്ട്രത്തിൽ താമസിക്കുന്ന ഒരാളിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാകുന്നു അതിക്രമം എന്ന് പറയുന്നത്. വാഹനം ഓടിക്കാൻ ലൈസൻസ് ഉണ്ട് എന്നുള്ള നിലയ്ക്ക് എന്തും തോന്നിയതുപോലെ ആവുക എന്നുള്ളത് ഇഅ്തിദാ ആണ്, അതിക്രമമാണ്, ഉണ്ടാകാൻ പാടില്ല. മറിച്ച് മാന്യമായി വാഹനം ഓടിക്കണം, ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം, ലംഘിക്കാൻ പാടില്ല. കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വലാ തഅ്തദു. ഒരു രാജ്യത്ത് താമസിക്കുന്ന ഒരാൾ ഏത് സമയത്തും ഏത് അർത്ഥത്തിലും ആലോചിക്കേണ്ട ഒരു വാക്ക് തന്നെയാകുന്നു, പരിശുദ്ധ ഖുർആൻ അധ്യാപനം തന്നെയാകുന്നു. വലാ തഅ്തദു, നിങ്ങൾ അതിക്രമം അതിരുവിട്ട് പ്രവർത്തിച്ചു പോകരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്തദുകളെ അഥവാ അതിക്രമകാരികളെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. അപ്പോ രാജ്യത്ത് നമ്മൾ താമസിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ സേവിക്കുന്നവരാകണം, ഇവിടെ നന്മയിൽ വർത്തിക്കുന്നവരാകണം എന്നുള്ളത് അതിന്റെ അനിവാര്യമായ ഒരു സംഗതിയാണ്. അതോടൊപ്പം രാഷ്ട്രത്തെ ദ്രോഹിക്കുന്നവരായ ആളുകൾ, അത് ഭരണകൂടമാണെങ്കിലും ഭരണാധികാരികളാണെങ്കിലും അവർക്കെതിരെ നമ്മൾ നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ആ അർത്ഥത്തിൽ കിട്ടിയ സ്വാതന്ത്ര്യത്തെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്നുള്ള വളരെ സുപ്രധാനമായ ഒരു സന്ദേശം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാതന്ത്ര്യത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഇന്ന് പറയേണ്ട ഒരു വിഷയം നമ്മുടെ വിശ്വാസപരം കൂടിയാണ് അത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മൾ അനുഭവിക്കുന്ന നിഅമത്തുകളെ കുറിച്ച്, ഏത് നിഅമത്ത് കടന്നു വരുമ്പോഴും നിഅമത്തുകളെ കുറിച്ച് ഓർക്കുകയും ആ നിഅമത്തുകളെ മറക്കുന്നിടത്ത് നിന്ന് ഓർമ്മപ്പെടുത്തലുണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് അനിവാര്യതയാണല്ലോ. ആ നിലക്ക് മിമ്പൽ നിർവഹിക്കേണ്ട ഒരു ദൗത്യം തന്നെയാണ് നിർവഹിച്ചത്, അല്ലെങ്കിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് പൂർണ്ണമായും വിശ്വസിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ബഹുസ്വരതയിൽ ജീവിക്കുന്ന ആളുകളാണ്. ബഹുസ്വരതയുടെ പ്രത്യേകത, ഇവിടെ മതമുള്ളവരുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, ഏകദൈവാരാധകരുണ്ട്, ബഹുദൈവാരാധകരുണ്ട്, ഇങ്ങനെ പല അർത്ഥത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളെ വിശ്വാസികളാണ് എന്നുള്ള നിലക്ക് മറ്റുള്ളവന്റെ വിശ്വാസത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഇഅ്തിദാഅ് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. എല്ലാവരെയും മാനിക്കുക എന്നുള്ളതും എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതും വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗമാണ് നമ്മൾ എന്നുകൂടി നമ്മൾ ആ വിഷയത്തിലേക്ക് ചേർത്ത് വെക്കുക. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ട, അല്ലെങ്കിൽ ഓർമ്മിക്കേണ്ട സംഗതികളാണ് എന്നുള്ള നിലക്ക് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. രണ്ടാമത്തെ ഖുത്ബയിൽ മറ്റൊരു വിഷയത്തിലേക്ക് കൂടി ശ്രദ്ധയുണ്ടാകണം എന്നുള്ള നിലക്ക് ചില കാര്യങ്ങൾ പറയുകയാണ്. നമുക്കറിയാം, ഇന്നലെയും ഇന്നുമൊക്കെ ആയിക്കൊണ്ട് സോഷ്യൽ മീഡിയകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മഞ്ചേരി പ്രദേശത്തുകാർ എന്നുള്ള നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട, കുറച്ചുകൂടി ബാധ്യതയോട് ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത കൂടിയാണത്. നമ്മളുടെ തൊട്ടടുത്ത ആമയൂർ പ്രദേശത്ത് ഇപ്പോൾ ലണ്ടനിലെങ്ങാണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം, അവരിലെ ഒരു പെൺകുട്ടി, അടുത്ത കാലഘട്ടത്ത് വിവാഹിതയായ പെൺകുട്ടി, വിവാഹ സമയം പോലും അവർ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ചില സന്ദർഭങ്ങൾ അതുമായിട്ട് അവരുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചില മാഗസിനുകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
അഥവാ മഹർ ചോദിച്ചപ്പോൾ ആ മഹർ സ്വർണ്ണാഭരണം വേണ്ട, പാവപ്പെട്ട കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിക്കൊണ്ട് അവർക്ക് രക്ഷമാർഗം ഒരുക്കി ഒരു പാർപ്പിടം ഒരുക്കി കൊടുത്താൽ മതി എനിക്കുള്ള മഹർ എന്നുള്ള നിലക്കൊക്കെ മഹറിനെ കുറിച്ച് ചോദിച്ച ഒരു സ്ത്രീയാണ് എന്നുകൂടിയൊക്കെ വായിക്കാൻ സാധിച്ചിരിക്കട്ടെ. എന്തായാലും ശരി, ആ പെൺകുട്ടി വളരെ പ്രയാസം നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെ ശാരീരികമായി അല്ലെങ്കിൽ ആരോഗ്യപരമായി മുന്നോട്ട് പോകുന്ന സിവിയ അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്ന ഒരു അപൂർവമായ രോഗാവസ്ഥയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം ആളുകളെ പരിശോധിച്ചാൽ മാത്രമാണ് ഇവരെ ചികിത്സിക്കാൻ പറ്റിയതായ മൂലകോശം കിട്ടുള്ളൂ എന്നുള്ളതാണ്. 10 ലക്ഷം ആളുകളെ 10 ലക്ഷം ആളുകളുടെ ഈ മൂലകോശം അനുയോജ്യമാണോ എന്ന് പരിശോധിക്കാനുള്ള മാർഗം ഒന്നേ ഉള്ളൂ. അവരുടെ ഉമിനീരെടുത്തിട്ട് ഇത് പരിശോധിക്കണം, മാച്ചാകുമെന്ന് നോക്കണം. മാച്ചാകും എന്ന് കണ്ടു കഴിഞ്ഞാൽ 10 ലക്ഷത്തിൽ ഒരാളുടേത് മാത്രം യോജിക്കുള്ളൂ. അതാ പറഞ്ഞത് അല്ലെ, 10 ലക്ഷം ആൾക്കാരത് യോജിക്കണം, പിന്നെ പരിശോധിക്കണമെന്നല്ല, 10 ലക്ഷത്തിൽ ഒരാളതേ യോജിക്കുള്ളൂ. അതുകൊണ്ട് ഒരു മെഗാ ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടിക്കൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ വാർത്തകൾ പത്രകോളങ്ങളിൽ വന്നു, വാർത്താ മാധ്യമങ്ങളിൽ വന്നു. അങ്ങനെ പല MLA മാരും അതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ നടത്തിയതൊക്കെ നമ്മുടെ മുൻപിൽ ഉണ്ടാകും. യത്തീംഖാന ഹൈസ്കൂളിലാണ്, ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നാളെ അതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു പരിശോധന നടക്കുന്നത്. നമുക്ക് 50-55 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇവരുടെ സ്രവം കൊടുക്കാം. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരൊറ്റ ആ രൂപത്തിലുള്ള ഒരു അവസ്ഥ മാത്രമേ ഇതിനുള്ളൂ. ഇതിന്റെ സ്രവ പരിശോധനക്കല്ല. സ്രവ പരിശോധന എന്ന് പറയുന്നത് മാച്ചാകോ എന്ന് നോക്കാനുള്ളത് മാത്രമാണല്ലോ. എന്നാൽ അത് കഴിഞ്ഞ് ഇതിന്റെ ഒരു മൂലകോശം എടുക്കുക എന്നുള്ളതിന് പോലും ബ്ലഡ് ഡൊണേഷന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ആ രീതിയിലാണ് അതേക്കുറിച്ച് വായിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയമായിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇടപെടുന്ന ഒരു വിഷയം എന്നുള്ള നിലക്ക്, നടക്കുന്ന ഒരു വിഷയം എന്നുള്ള നിലക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾക്ക് എത്രത്തോളം ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് സഹകരിക്കാൻ സാധിക്കുമോ ആ രീതിയിൽ പൂർണ്ണാർത്ഥത്തിലൊരു സഹകരണത്തിന്റെ ഒരു അത്യാവശ്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയേണ്ട ഒരു സംഗതിയാകുന്നു. ഈ പെൺകുട്ടിക്ക് സംഭവിക്കുന്ന രോഗാവസ്ഥ എന്ന് പറയുന്നത് വായിച്ചറിയുന്നിടത്തോളം ഇതാണ്: സ്വന്തം പ്രതിരോധ വ്യവസ്ഥ തന്നെയും അസ്ഥി മജ്ജയിലെ മൂലകോശങ്ങളെ തകരാറിലാക്കുന്ന തരത്തിലാണ് അവിടെ രോഗാവസ്ഥയുള്ളത്. രോഗാവസ്ഥക്കുള്ള പേരാണ് നേരത്തെ പറഞ്ഞത്, സിവിയ അപ്ലാസ്റ്റിക് അനീമിയ എന്നാണ് അത്ര അതിന്റെ പേര്. ഏതായാലും നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത ഒരുപാട് രോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ അപകടങ്ങൾ നമ്മളിങ്ങനെ എത്രയാണ് എന്നുള്ളത് പല അർത്ഥങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ അപ്പോഴും നല്ല കുറെ മനുഷ്യന്മാര് സഹായങ്ങളും സഹകരണങ്ങളുമായി കൊണ്ട് രംഗത്തിറങ്ങുന്നു എന്നൊക്കെ പറയുന്നത് വളരെ വലിയ കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നന്മകൾ വറ്റിപ്പോയിട്ടൊന്നുമില്ല. നന്മയുള്ള ഒരുപാട് മനുഷ്യന്മാർ എപ്പോഴും ഉണ്ട്. അതിനൊക്കെ കാരണങ്ങൾ എന്ന് പറയുന്നത് ആദർശപരമായും അതേപോലെ തന്നെ വിശ്വാസപരമായും നമുക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു ഉണർവും ഉത്ബോധനങ്ങളും തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏതായിരുന്നാലും ഈ വിഷയത്തിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ നാളെ നടക്കുന്ന ആ മെഗാ പരിശോധന, ആ ടെസ്റ്റിന്റെ ഭാഗത്ത് നമ്മളുടെയൊക്കെ ശ്രദ്ധ ഉണ്ടാവണം. കഴിയുന്നത്ര ആളുകൾ അവിടെ ചെന്ന് സ്രവം പരിശോധിക്കാൻ വേണ്ടി മാച്ചാകുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മൂലകോശം കൊടുക്കണം എന്നുള്ളതാണല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുക. ആ രീതിയിൽ നമ്മൾക്ക് കഴിയുന്ന രീതിയിൽ പ്രവർത്തന രംഗത്തുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വനാഇഉൽ മഅറൂഫി തഖീ മസ്വാരിഅ സൂഇ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുന്ന നന്മകളൊക്കെ ഒരുപാട് ആപത്തുകളിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്ത നന്മയായിക്കൊണ്ട് ചെയ്യുന്ന എന്ത് കാര്യങ്ങളുണ്ടോ, വരാനിരിക്കുന്ന എന്തെങ്കിലും ഒരു ആപത്തിൽ നിന്ന് അള്ളാഹുവിന്റെ കാവലായിരിക്കും ആ നന്മ എന്നുള്ളത് സ്വഹീഹായ ഹദീസിൽ വന്നതാണ്. ഹദീസ് എങ്ങനെയാണ്? സ്വനാഇഉൽ മഅറൂഫ്, നന്മയായി ചെയ്യുന്ന ഏതേത് പ്രവർത്തനങ്ങളും തഖി, നമുക്കൊരു കാവലാണ്, സുരക്ഷയാണ്. മസ്വാരി അസ്സൂ, ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് അതല്ലെങ്കിൽ ഒരുപാട് ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കാനുള്ള ഒരു രക്ഷാ കവചമായിരിക്കും അത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിൽ നന്മയുടെ പ്രവർത്തനങ്ങൾ ധാരാളമായി ഉയർന്നു വരട്ടെ. അതിന്റെ കൂടെ നിൽക്കുന്ന നല്ല മനസ്സുമുണ്ടാവട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ജഗനിയന്താവും പരിപാലകനുമായ നാഥ, ഞങ്ങളിൽ സംഭവിച്ചു പോകുന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, നാളെ നിന്റെ അടുക്കലേക്ക് ഞങ്ങൾ ഒറ്റക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ നാഥ, ഫുറാദ എന്നുള്ള ഒരു പ്രയോഗം ഞങ്ങൾക്ക് ആർക്കും തുണയുണ്ടാവുകയില്ല, ഒരു സഹായം ഉണ്ടാവുകയില്ല എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഒറ്റക്ക് അവിടേക്ക് നിന്നെ കണ്ടുമുട്ടാൻ വേണ്ടി, നിന്നെ അഭിമുഖീകരിക്കാൻ വേണ്ടി വരുമ്പോൾ, വിചാരണയ്ക്ക് വിധേയമാകുമ്പോൾ ഏറ്റവും ലളിതമായ എളുപ്പത്തിൽ
എളുപ്പത്തിലുള്ള ഒരു വിചാരണ നൽകി ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ നീ കാരുണ്യം കാണിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, താങ്ങാൻ കഴിയാത്ത എല്ലാ തരത്തിലുള്ള രോഗാവസ്ഥകളിൽ നിന്നും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും സാമ്പത്തികമായ പരാധീനതകളിൽ നിന്നുമൊക്കെയും ഞങ്ങൾക്കെല്ലാവർക്കും നീ രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ നന്ദികേടുകൊണ്ട് നിന്റെ അനുഗ്രഹത്തെ ഞങ്ങൾക്ക് തടയപ്പെടുന്ന വല്ലാത്ത ഒരു ദുര്യോഗം അനുഭവിക്കേണ്ടി വരാതിരിക്കാൻ നാഥ ഞങ്ങളെ നീ പ്രാപ്തരാക്കുകയും യോഗ്യരാക്കുകയും ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് മുൻപേ ഇഹലോകവാസം വെടിഞ്ഞവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരുടെ ഖബർ ജീവിതം നീ വിശാലമാക്കി കൊടുക്കണമേ അല്ലാഹുവേ. അവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. കുടുംബസമേതം ഞങ്ങളുടെ മക്കളോടൊപ്പം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ തക്കതായ ദുനിയവി ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ റഹ്മാനെ. അങ്ങനെ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഉന്നതമായ സ്ഥാനം നൽകണമേ അല്ലാഹുവേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين وسلام على المرسلين.